ഹലോ ഫ്രണ്ട്സ്. പൂജയെല്ലാം അവസാനിച്ച് എല്ലാവരും തിരിച്ച് മടങ്ങിപ്പോയ ആ കാഴ്ച വേദനയോടെ നോക്കി നിന്ന അമൃത മനസ്സിൽ ഒരു തീരുമാനമെത്തുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്തായാലും തനിക്ക് ഈ വീട്ടിലുള്ള ജീവിതം തന്നെ സംബന്ധിച്ച് താൻ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു ജീവിതമല്ല എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനൊരു വിധി വേണ്ടെന്നും ഇനി ഈ ജീവിതവുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അമൃതയുടെ മനസ്സ് വഴുതി മാറുന്നു. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇതല്ല ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയത് കണ്ട് സുധ അരികിലേക്ക് എത്തി ജലജയോട് പറഞ്ഞു, എന്നാ ചേച്ചി ഞങ്ങളും ഇറങ്ങുക എന്ന് പറഞ്ഞ് മാളുവിനെ വിളിച്ചപ്പോഴേക്കും മാള് പറഞ്ഞു, അമ്മ പൊക്കോ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങ് വന്നേക്കാം. അത് കേട്ടതോടെ പറ്റില്ല, നീ ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞ് സുധ ബഹളം വെക്കുമ്പോഴേക്കും ജലജ പറഞ്ഞു, സാരയില്ല സുധേ, അവള് വന്നോളും, അവൾ അത്താഴം കഴിച്ചിട്ട് അങ്ങ് വന്നോളും, ഞാൻ ശ്രീകുട്ടൻ്റെ കൂടെ പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാ വേഗം നീ എത്തിയേക്കണം എന്ന് പറഞ്ഞ് സുധ മാളുവിനെ അവിടെ ആക്കിയിട്ട് സുധ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വീട്ടിലെല്ലാം അലങ്കോലമായി കിടന്ന പൂജയ്ക്ക് ശേഷമുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു സാവിത്രിയും ജലജയും. എന്നാൽ ആരും തന്നെ അതിന് സഹായിക്കാൻ നിന്നതുകൊണ്ട് മാളു അവരുടെ കൂടെ കൂടി. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് അവിടേക്ക് ഭരതമാമ എത്തിയത്. ഉടനെ ഭരതനോട് സാവിത്രി പറഞ്ഞു, എൻ്റെ ഭരതേട്ടാ, ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ ഞങ്ങളൊന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞതും, എൻ്റെ സാവിത്രി, എനിക്ക് നിന്ന് തിരിയാൻ കഴിയത്തില്ല, അതുപോലെ ഞാൻ ക്ഷീണിതനാണ്, നീ കണ്ടതല്ലേ ഞാൻ ഇവിടെ എന്ത് പാടുപെട്ട നിന്നെന്ന് എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല അതിന് മാത്രം എന്ത് ജോലിയാണ് നീ ഇവിടെ ചെയ്തത് എന്ന് ജലജ അന്വേഷിച്ചു. അപ്പോഴാണ് ഭരതൻ പറഞ്ഞത്, ഞാൻ അത്രയും നേരം ഇവിടെ നിൽക്കുകയായിരുന്നില്ലേ, പൂജ തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നത് വരെ ഒരേ നിൽപ്പായിരുന്നില്ലേ എന്ന് ചോദിച്ചതും അത് കേട്ട ഉടനെ എല്ലാവർക്കും ചിരി വന്നു. അത് ശരി, ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അങ്ങനെ പോയി നിൽക്കാൻ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളാരും പറഞ്ഞില്ല, പക്ഷേ ഭക്തി മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊന്നുമില്ല, ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭരതൻ തന്നെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ള രീതി സംസാരിക്കുമ്പോൾ മാള് പറഞ്ഞു, എന്തിനാ എൻ്റെ ഭരതമാമ വെറുതെ ഇങ്ങനെ തള്ളുന്നത്, ഭരതമാമയ്ക്ക് ജോലി ചെയ്യാൻ മടിയാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുമ്പോഴേക്കും അമ്പിളി അപ്പുറത്ത് മാറിയിരുന്ന ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് സാവിത്രി അരികിലേക്ക് ചെന്നു. അത് ശരി, നീ ഇവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് എണീറ്റ് വന്നേ പെണ്ണേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്താ അമ്മേ ഞാൻ ഈ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പരിഭവത്തോടെ അമ്പിളി നോക്കുമ്പോൾ ജലജാമ്മയുടെ കയ്യിലിരിക്കുന്ന ആ സാധനം എടുത്തുകൊണ്ട് വെച്ച നീ എന്ന് പറഞ്ഞു. ആ വിളക്കെടുത്ത് പൂജാമുറി കൊണ്ട് വെക്കാനായിട്ട് അറിയിച്ചു. ഉടനെ തന്നെ അമ്പിളി അത് ചെന്ന് ജലജയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതും അടുത്ത് നിന്ന് മാളുവിനോട് ചോദിച്ചു, മാളു നീ ഇതൊന്ന് അവിടെ വരെ കൊണ്ടുപോയി വെക്കുമോ? ഉടനെ മാളു ശരിയെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് മാളു കൊണ്ടുപോകുമ്പോഴേക്കും അമ്പിളി വീണ്ടും തൻ്റെ ഫോണുമായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ജലജ വഴക്ക് പറഞ്ഞു, അത് ശരി, ഓരോന്നും പറഞ്ഞിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടാണോ പെണ്ണെ നീ ഇരിക്കുന്നത്, ബാക്കി ജോലിയൊക്കെ ചെയ്ത് തീർത്തേ പെണ്ണെ എന്ന് പറഞ്ഞ് അമ്പിളിയെ രണ്ട് വഴക്ക് പറഞ്ഞ് ബാക്കി ജോലികളൊക്കെ ചെയ്യിക്കണം. ഈ സമയത്താണ് അവിടെ ഇരുന്ന പ്രസാദം എടുത്തു വെക്കാൻ അമ്പിളിയോട് അറിയിച്ചത്. ഈ പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കണം, വെറുതെ വെച്ചാൽ പോരാ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് എലിവിഷം കൂടി വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ പ്രസാദം എടുക്കാൻ ചെല്ലുമ്പോഴേക്കും എലി അത് മുഴുവൻ തിന്നിട്ടുണ്ടാവും എന്ന് ജലജ ഓർമ്മിപ്പിച്ചു. ശരിയമ്മായി എന്ന് പറഞ്ഞ് വേഗം തന്നെ അമ്പിളി കിച്ചണിനരികിലേക്ക് ചെന്ന് അവിടെ ആ കബോർഡിലിരിക്കുന്ന കിച്ചണിനപ്പുറത്തുള്ള ആ സ്റ്റോർ റൂമിലെ കബോർഡിനകത്തിരിക്കുന്ന എലിവിഷം എടുക്കാനായി ചെന്നതും അവിടെ തനിച്ചിരിക്കുന്ന അമൃതയെ കണ്ടു. അല്ല ചേച്ചി എന്താ ഇവിടെ തനിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും ഒന്നുമില്ല എന്ന് അമൃത പറഞ്ഞപ്പോഴേക്കും, അതാ ഇതിനകത്തെ എലിവിഷം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെവിടെയാ എന്നൊക്കെ സംശയത്തോടെ നോക്കുകയാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് എലിവിഷം എടുത്തുകൊണ്ട് അമ്പിളി വേഗം പോയി ബാക്കി അവിടെ വെച്ചതും അമൃത അത് ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അമൃത ആ എലിവിഷം കയ്യിലെടുത്ത് മനസ്സിൽ ചില ചിന്തകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അത് അവിടെ തൊട്ടടുത്തിരിക്കുന്ന ആ ടോർച്ചിനകത്തേക്ക് അതിൽ നിന്ന് ആ എലിവിഷം അതേപടി ആ ടോർച്ചിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ബാറ്ററിക്ക് പകരം അതിനകത്ത് ആ എലിവിഷം ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അമൃത അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും എല്ലാവരും അത്താഴം കഴിക്കാനായി റെഡിയായി കഴിഞ്ഞിരുന്നു. ഊണുമേശക്കരികിലേക്ക് എല്ലാവരും വന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും അടുത്തേക്ക് ചെയ്യുന്നതും അമ്മുവും താല്പര്യമില്ലാതെ അവിടെ ചെന്നിരിക്കുകയാണ്. ശ്രീനാഥ് വളരെ സന്തോഷത്തോടെ കഞ്ഞി കുടിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അമ്മു മാത്രം അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മു ശ്രീനാഥിനെ നോക്കിയപ്പോൾ ശ്രീനാഥ് വലിയ സന്തോഷത്തിലാണെന്ന് കണ്ടതും, ശ്രീനാഥ് എന്നെ വിവാഹം കഴിച്ച് വലിയ സന്തോഷവാനാണ്, പക്ഷേ എൻ്റെ മനസ്സിൽ ആ സന്തോഷമില്ല, കാരണം ശ്രീനാഥിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, എൻ്റെ മനസ്സിലെ സന്തോഷവും ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ആരും തന്നെ അന്വേഷിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു ആ നിമിഷം അമ്മുവിന് തോന്നിയത്. എന്തായാലും ഇന്നത്തോടെ എൻ്റെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണെന്ന് എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്ന് വരുത്തി അമ്മ എണീറ്റ് പോന്നു. ഇത് കണ്ടതും ജലജ ചോദിച്ചു, അയ്യോ മോളെ, മോളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എനിക്കിത് മതി, വേണ്ടാഞ്ഞിട്ടാ എന്ന് പറഞ്ഞ് അമ്മ വേഗം താൻ എടുത്തു വെച്ച ആ ടോർച്ച് അന്വേഷിച്ചു പോന്നു. ടോർച്ച് കയ്യിൽ കിട്ടിയതും മറ്റാരും കാണാതെ പതിയെ ബാത്റൂമിലേക്ക് പോകാനുള്ള ധാരണയിൽ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കിണറിൻ്റെ അവിടെ വരെ ചെന്നതും എന്നിട്ട് കിണറിനടുത്ത് നിന്ന് മനസ്സിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അച്ഛനോടും അമ്മയോടും തൻ്റെ അനുജനായ ആദിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം ക്ഷമ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രവൃത്തി താൻ ചെയ്തു എന്നറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് തനിക്ക് അറിയാമെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കാൻ തുടങ്ങിയപ്പോൾ ബാറ്ററി
ടോർച്ചിൻ്റെ മൂട് ഭാഗം മാറ്റിയിട്ട് അതിനകത്ത് വെച്ചിരുന്ന എലിവിഷം തപ്പി. പക്ഷെ അതിനകത്തുനിന്ന് കയ്യിലേക്ക് കുടഞ്ഞിട്ടൊന്നും തന്നെ വീഴുന്നില്ല. അയ്യോ, ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നതാണല്ലോ, എന്നിട്ട് അത് എവിടെ പോയി എന്ന സംശയത്തോടെ അമ്മു അതിനകത്തോട്ട് നോക്കുമ്പോഴേക്കും തൊട്ട് പിന്നിൽ നിന്ന് അമ്മുവിൻ്റെ തോളിൽ തട്ടിയിട്ട് ഇതാണോ എന്ന് ചോദിച്ചു. അമ്മുവിന് നേരെ ആ കവർ നീട്ടിപ്പിടിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് മാളു. അവിടുന്ന് അമ്മു എണീറ്റ് പോരുന്നതൊക്കെ കൃത്യമായി മാളു നിരീക്ഷിച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് കയ്യിൽ നിന്ന് നേരെ നീട്ടിയിട്ട് ഇതാണോ എന്ന് ചോദിച്ചപ്പോൾ മാളുവിൻ്റെ ചോദ്യം കേട്ട് അമ്മു വല്ലാതെ ഞെട്ടി. അത് പിന്നെ മാളു ഞാൻ എന്ന് പറഞ്ഞതും എന്തിനാ അമൃതേച്ചി എടുത്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്താ എടുത്തിയുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് മോൾക്കറിയില്ല, ഇവിടെയുള്ള ആർക്കും അറിയില്ല. സത്യത്തിൽ എനിക്ക് വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് അമ്മ പറയുമ്പോൾ അത് കേട്ട മാളു ചോദിച്ചു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ വിവാഹത്തിൻ്റെ താലി കെട്ടുന്ന മുഹൂർത്തത്തിന് തൊട്ട് മുമ്പെങ്കിലും അമ്മ ചേച്ചിക്ക് അമൃതേടത്തേക്ക് പറയാമായിരുന്നില്ലേ, എന്നിട്ട് എന്താ ഏട്ടത്തത് പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുത്തശ്ശനോടുള്ള ബഹുമാനം, മുത്തശ്ശന് ആപത്തം വരുന്നുള്ള ആഗ്രഹം കൊണ്ട് മുത്തശ്ശൻ എടുത്ത തീരുമാനം തെറ്റിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എല്ലാവരുടെയും ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ അന്ന് സമ്മതിച്ചതാണ്, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല ഈ വിവാഹത്തിന് ഞാൻ സമ്മതം മൂളിയത് എന്ന് അമൃത അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ മാളു ചോദിച്ചു, എങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചേച്ചി ചെയ്യാൻ തീരുമാനിക്കരുതെന്ന്. ഇപ്പോൾ മുത്തശ്ശനോടുള്ള സ്നേഹം കൂടുതലുകൊണ്ട് ചേച്ചി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ സത്യത്തിൽ ആരാണ് വേദനിക്കുന്നത്, ആരുടെ മനസ്സാണ് തകർന്നു പോകുന്നത്, അതെന്താ ചേച്ചി ചിന്തിക്കാത്തത് എന്ന് ചോദിച്ചു. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന മുത്തശ്ശനെയും മറ്റുള്ളവരുടെയും വേദനയും ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വാർത്ഥമതി ഏട്ടത്തിയാണെന്ന് എനിക്ക് പറയേണ്ടി വരുമെന്നും മാളു അറിയിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏട്ടത്തിക്ക് ഇവിടെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഏട്ടത്തി ചിന്തിച്ചതുപോലെ ഒരു വിവാഹ ജീവിതം അല്ല ഇതെന്നല്ല ഏട്ടത്തി പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഏട്ടത്തി മനസ്സിലാക്കണം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഏട്ടത്തിയെ വലിയ ഇഷ്ടമാണ്. ഏട്ടത്തിയുടെ സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല എൻ്റെ ഏട്ടൻ എത്രത്തോളം ഏട്ടത്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? ഒരു ദേവിയെ പോലെയാ ഏട്ടൻ മനസ്സിൽ ഏട്ടത്തിയെ കൊണ്ടു നടക്കുന്നത്. ഒരു അമ്പലം പണിത് വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രത്തോളം സ്നേഹത്തോടെയാണ് ശ്രീയേട്ടൻ ഏട്ടത്തിയെ കാണുന്നതും സ്നേഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഏട്ടത്തി ഇങ്ങനെയൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യല്. ഒരു കാര്യം ഏട്ടത്തി മനസ്സിലാക്കണം, ഏട്ടത്തി ഇങ്ങനൊരു തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ ഏട്ടനായിരിക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ടാക്കാൻ ഏട്ടത്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമൃത ആകെ വല്ലാത്ത വിഷമത്തിലായി. ഉടനെ മാളു പറഞ്ഞു, ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഏട്ടത്തി ഇങ്ങനെയൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. എന്തായാലും ഞാൻ ഇക്കാര്യം ഏട്ടനോട് പറയാൻ പോവാ, ശ്രീയേട്ടനോട് ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോഴേക്കും മാളുവിനെ പിടിച്ചു നിർത്തുകയാണ് അമൃത. അയ്യോ വേണ്ട, ശ്രീനാഥ് ഇതൊന്നും അറിയരുത് എന്ന് പറഞ്ഞതും, എന്നാൽ എടുത്ത് എനിക്കൊരു സത്യം ചെയ്തു തരണം, ഇനി ഇത്രയും തെറ്റായ ചിന്തയൊന്നും എടുത്തിട്ട് മനസ്സിൽ വരില്ലെന്നും എടുത്ത് ഇങ്ങനൊന്നും ചെയ്യുകയില്ല എന്നും എന്താ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് സത്യം ചെയ്തു കൊടുക്കാൻ ഒരു മടിയുള്ളതുപോലെ അമൃത അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും മാള് പറഞ്ഞു, വേണ്ട ഞാൻ ശ്രീയേട്ടനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും മാളുവിനെ പിടിച്ചിരുത്തി. അയ്യോ മാള് പോകല്ലേ, ശരി ഞാൻ സത്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് കയ്യിൽ സത്യം ചെയ്ത് കൊടുക്കുകയാണ്. ഉടനെ മാളു ശരിയെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീനാഥ് അവിടേക്ക് എത്തിയത്. അത് ശരി, ഇവിടെ എന്താ രണ്ടുപേരും തമ്മിലുള്ള സംസാരം എന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താ ഞങ്ങൾക്ക് സംസാരിച്ചു തന്നോടെ, ഞങ്ങൾ നാത്തൂനാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും, അതിപ്പോൾ ഏട്ടനെന്തെങ്കിലും അന്വേഷിക്കണം എന്ന് ചോദിച്ചതും, ഓ നാത്തുമാർ സംസാരിച്ചോ, ഞാനേ അമൃത ഇങ്ങോട്ട് ബാത്റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന കണ്ടു, ഇത്രയും നേരമായിട്ട് ആള് തിരിച്ചു വന്നാൽ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാന്ന് ശ്രീ പറഞ്ഞത്. ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ, അതെ ഞാൻ തൽക്കാലം എടുത്തിട്ട് കാര്യം നോക്കാൻ നാത്തൂനായി ഞാനിവിടെ ഉണ്ട്, ഞാനില്ലാത്തപ്പോൾ ഏട്ടൻ നോക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, രണ്ടുപേരും ഇഷ്ടത്തിന് സംസാരിച്ചിട്ട് വന്നാൽ മതിയേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടനകത്തേക്ക് പോകുമ്പോഴേക്കും വേദനയോടെ പൊട്ടിക്കരയുന്ന അമൃതയോട് മാളു പറഞ്ഞു, എടുത്തി കരഞ്ഞു, എടുത്തിട്ട് മനസ്സിലെ വേദനയൊന്നും മാറാനായിട്ട് എടുത്തി കരഞ്ഞു. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ സ്നേഹവും കരുത്തിനും എടുത്തി കണ്ടില്ലെന്ന് നടിക്കരുത്. ഇപ്പോൾ ഏട്ടത്തിക്ക് ഈ ഒരു ജീവിതം ഏട്ടത്തിക്കൊരു ദുസ്സഹമായി തോന്നിയേക്കാം, പക്ഷേ ഏട്ടത്തി സ്വപ്നം കണ്ടതിനേക്കാളും വലിയൊരു സന്തോഷകരമായൊരു ജീവിതമാണ് എൻ്റെ ശ്രീയേട്ടനോടൊപ്പം ലഭിച്ചതെന്ന് പിന്നീട് ഒരു വട്ടം എടുത്തി പറയും. അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മാളു അറിയിച്ചു. അതിനുശേഷം അമൃതയും കൂട്ടിക്കൊണ്ട് നേരെ ശ്രീനാഥിൻ്റെ അരികിലേക്ക് മാളു ചെല്ലുന്നു. മാളു ഏട്ടൻ്റെ അടുത്തേക്ക് അമൃതയാക്കിയിട്ട് താൻ പോവാന്ന് യാത്ര പറയുമ്പോഴേക്കും ശ്രീനാഥ് പറഞ്ഞു, നീ തനിച്ച് പോകണ്ട മാളു, ഞാൻ കൊണ്ടുവന്നാക്കാം. അപ്പോഴേക്കും മാളു പറഞ്ഞു, വേണ്ട ഏട്ടത്തിൻ്റെ അടുത്തിരുന്നു ഏട്ടൻ, ഞാനേ ഭരതമ്മാവനെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞ്, അങ്ങനെ തന്നെ ചെയ്യുമല്ലോ അല്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോഴേക്കും, അതേ ഏട്ടാ ഞാൻ ഭരതമ്മാവൻ വെറുതെ ഇരിക്കുമല്ലേ, അമ്മാവനെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് മാളു പോകുന്നു. ഉടനെ മാളുവിനോട് എപ്പോഴും സംസാരിക്കുന്ന അമൃതയോട് സംസാരിക്കാൻ വലിയ താല്പര്യമാണല്ലേ എന്നൊക്കെ ചോദിച്ച് കെമിസ്ട്രിയിലെ ചില കാര്യങ്ങളൊക്കെ ശ്രീ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അമൃത പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുവെന്ന്. ഉടനെ എന്നാൽ പോയി കിടന്നു എന്ന് പറഞ്ഞപ്പോൾ അമൃത പോയി കിടന്നതും വീണ്ടും മാളുവിനെക്കുറിച്ച്
ശ്രീ സംസാരിക്കാൻ തുടങ്ങി. സത്യത്തിൽ സ്കൂളിൽ പിള്ളേരോടെല്ലാം ഇപ്പോഴും സംസാരിച്ച് എനിക്ക് വീട്ടിൽ വന്നാലും സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാ മാളുവും. അതുകൊണ്ട് തനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ മാളുവിനെ അധികം സംസാരിക്കാൻ കിട്ടിയെന്ന് വരില്ല. അവളുടെ വിവാഹം നടക്കാൻ പോവല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും തിരിച്ച് യാതൊരു റെസ്പോൺസും ഇല്ലെന്നറിഞ്ഞതോടെ വേഗം ശ്രീ അടുത്ത് നിന്ന് നോക്കി. അപ്പോഴേക്കും കണ്ണടച്ച് കിടക്കുന്ന അമൃതയെ കണ്ടതോടെ ഇത്ര വേഗം ഉറങ്ങിയോ? ശരി എന്നാൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഫ്ലൈയിങ് കിസ്സൂടെ കൊടുത്തിട്ട് വലിയ സന്തോഷത്തോടെ ശ്രീനാഥ് തൻ്റെ ആ വശത്ത് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ പാവം അമൃതയെക്കുറിച്ച് മാത്രം ആലോചിച്ച് അവിടെ കിടക്കുന്ന കാഴ്ച കണ്ട് അമൃത താൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും ശ്രീനാഥിൻ്റെ ഈ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് തനിക്ക് ഒരു ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയാത്ത നിരാശയിൽ അമൃത ആ ബെഡിൽ കിടന്നുറങ്ങുന്നു.